ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ഡ്രോ എ ടൈമിംഗ് ഡയഗ്രാം. ലോജിക് സിസ്റ്റം ഡിസൈനിൽ അതുപോലെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓരോ സർക്യൂട്ടിൻ്റെയും കൂടെ ടൈമിംഗ് ഡയഗ്രാം കൂടി വരയ്ക്കാൻ ചോദിക്കും. സോ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈമിംഗ് ഡയഗ്രാം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ കൗണ്ടേഴ്സൊക്കെ പറഞ്ഞ സമയത്ത് ടൈമിംഗ് ഡയഗ്രാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ടൈമിംഗ് ഡയഗ്രത്തിൽ. എൻ്റെ വീഡിയോൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നതാണ് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് മെത്തേഡിലൂടെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ലോജിക് ഗേറ്റിൽ നിന്നൊരു കോമൺ എക്സാമ്പിൾ എടുക്കും. അതുപോലെ കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്നൊരു കോമൺ എക്സാമ്പിൾ എടുക്കും. കൗണ്ടറിൽ നിന്ന് ഒന്നോ രണ്ടോ കോമൺ എക്സാമ്പിൾസ് എടുക്കും. ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നിങ്ങളെ ഞാൻ എഫക്റ്റീവായിട്ട് വരയ്ക്കാൻ പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സർക്യൂട്ടിൻ്റെയും ടൈമിംഗ് ഡയഗ്രാം വളരെ ഈസി ആയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്ലോക്ക് സിഗ്നൽസ് ആണ് അല്ലെങ്കിൽ ട്രിഗറിങ് പൾസസ് ആണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ലെവൽ ട്രിഗറിങ്, ഒന്നാണ് എഡ്ജ് ട്രിഗറിങ്. ലെവൽ ട്രിഗറിങ്ങിലാണ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ലെവലും നെഗറ്റീവ് ലെവലും. ഇതുപോലെ തന്നെ എഡ്ജ് ട്രിഗറിങ്ങിലും രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതാണ്? റൈസിങ് എഡ്ജും ഫോളിങ് എഡ്ജും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിലും കൗണ്ടേഴ്സിലൊക്കെ എഡ്ജ് ട്രിഗറിങ് വെച്ചിട്ടാണ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. നമ്മൾ ബേസിക് ഗേറ്റ്സിലും അതുപോലെ കോമ്പിനേഷൻ സർക്യൂട്ടിലൊക്കെ ലെവൽ ട്രിഗറിങ് വെച്ചിട്ടാണ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് എഫക്റ്റീവായിട്ട് വരയ്ക്കാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ് നോക്കാം. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഈ ട്രൂത്ത് ടേബിളിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാമെന്ന് ആദ്യം നോക്കാം. സോ 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സിമ്പലും ട്രൂത്ത് ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. നമുക്ക് 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 3 ഇൻപുട്ടുകളെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ എവിടെയൊക്കെ 0 വരുന്നോ അവിടെയൊക്കെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 3 ഇൻപുട്ടും 1 ആവുന്ന മൊമെൻറ്റിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ? 1 ആവുള്ളൂ. ഇതാണല്ലോ ആൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ബേസിക് ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ട്രൂത്ത് ടേബിളിൽ 3 ഇൻപുട്ടുകളും ഒരു സിംഗിൾ ഔട്ട്പുട്ടാണുള്ളത്. അപ്പോൾ ഇൻപുട്ടുകൾ നമ്മൾ ABC എന്നും ഔട്ട്പുട്ടിനെ നമ്മൾ X എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയാണല്ലോ. യെസ്. അപ്പോൾ നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് രീതിയിലും വരയ്ക്കാം. അപ്പോൾ ഞാൻ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മാർക്ക് ചെയ്യണം? ആദ്യം ഇൻപുട്ടുകൾ മാർക്ക് ചെയ്യണം അല്ലേ. ഏതൊക്കെ ഇൻപുട്ട്? ഒരു ഇൻപുട്ട് A ആണ്, ഒരു ഇൻപുട്ട് B ആണ്, ഒരു ഇൻപുട്ട് C ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? X ആണ്. ഇത് 3 ഞാൻ ആദ്യം മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നമുക്ക് ബേസിക്കലി 3 ഇൻപുട്ട് ഗേറ്റ് ആയതുകൊണ്ട് 8 സ്പെസിഫിക് ആയിട്ടുള്ള സെഷൻസ് വരും. കാരണം 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ വരും. അപ്പോൾ ഞാൻ 8 ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഏത് 8 ഡിഫറെൻറ്റ് പാർട്ടുകൾ? 1 2 3 4 5 6 7 8 അല്ലേ. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 0, സീൻ്റെ വാല്യൂം 0. നമ്മളെങ്ങനെ മാർക്ക് ചെയ്യും? എ എന്നുള്ളത് 0, ബി എന്നുള്ളത് 0, സി എന്നുള്ളതും 0. അപ്പോൾ ഇത് 0 ആണോ 1 ആണോ എന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മളെപ്പോഴും പോസിറ്റീവ് ലോജിക്കാണ് ഒരു ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ യൂസ് ചെയ്യുക. എന്താണ് പോസിറ്റീവ് ലോജിക് എന്ന് പറഞ്ഞാൽ? ലോ ലെവലിന് 0 എന്നും ഹൈ ലെവലിന് 1 എന്നും മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ലോ ആണോ ഹൈ ആണോ എന്ന് മനസ്സിലാവണമെങ്കിൽ അടുത്ത സ്റ്റേറ്റ് മാർക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 0, സീൻ്റെ വാല്യൂ 0 അല്ലേ. ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഈസ് ഓൾസോ 0. എക്സും എന്താണ്? 0 ആണ്. യെസ്, അതാണല്ലോ നമ്മൾ ടൈം ഡയഗ്രത്തിൽ ട്രൂത്ത് ടേബിളിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്താ? എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 0, സീൻ്റെ വാല്യൂ 1 ആവുമ്പോഴും എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യുക? എ എന്നുള്ളത് 0 തന്നെ, ബി എന്നുള്ളതും 0 തന്നെ, സി എന്നുള്ളത് 1 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡിഫറൻസ് കാണാം. 1 ആയി എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഹൈ ലെവലാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏതാ കണ്ടീഷൻ പറയുന്നത്? 0 0 1. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്? 0 തന്നെയാണ് ഔട്ട്പുട്ട്. 0 തന്നെയല്ല ഔട്ട്പുട്ട് വരിക. യെസ്.
ഇനി നിങ്ങൾ നോക്ക് മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? 0 1 0. എങ്ങനെ 0 1 0 മാർക്ക് ചെയ്യുക? എ എന്നുള്ളത് 0, ബി എന്നുള്ളത് 1, സി എന്നുള്ളത് 0. ആ ചേഞ്ചസ് ഇവിടെ കാണാം. ഈ സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ടും എന്താണ്? 0. അത് ഞാൻ കറക്റ്റായിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടീഷൻ 0 1 0. ഈ സമയത്തൊക്കെ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 0 1 1 ആണ്. 0 1 1 എനിക്ക് മാർക്ക് ചെയ്യാം. എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 1, സീൻ്റെ വാല്യൂയും 1. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്താണ്? 0. അപ്പോൾ ഏതാ നമ്മൾ കണ്ടീഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? 0 1 1. ഈ കണ്ടീഷനിലെ ഔട്ട്പുട്ട് എന്താ? 0. ഈ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് കേസ് ആയതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. അടുത്തത് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 0 0. 1 0 0 എങ്ങനെ മാർക്ക് ചെയ്യും? എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ കറൻ്റ്ലി 1 ആണ്, അത് 0 ആയി മാറി. സീൻ്റെ വാല്യൂ കറൻ്റ്ലി 1 ആണ്, അത് എന്തായി മാറി? 0 ആയി മാറി. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്? 0. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. 1 0 0. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0. നെക്സ്റ്റ് കണ്ടീഷൻ ഏതാ? നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 0 1 ആണ്. എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 0, സീൻ്റെ വാല്യൂ 1. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? 0. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. 1 0 1. ഈ സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. അടുത്ത കണ്ടീഷൻ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 1 0 അല്ലേ? എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 1, സീൻ്റെ വാല്യൂ 1. സീൻ്റെ വാല്യൂ എന്താ? 0. സീൻ്റെ വാല്യൂ 0. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്താ? 0. അപ്പോൾ ഏതാ കണ്ടീഷൻ? ആറാമത്തെ കണ്ടീഷൻ 1 1 0. ഈ കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0. ഇനി ലാസ്റ്റ് കണ്ടീഷൻ ഇവിടെ മാർക്ക് ചെയ്യണം. ലാസ്റ്റ് കണ്ടീഷൻ എന്താ? എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 1, സീൻ്റെ വാല്യൂ 1. ഈ സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്താണ്? 1. ഇതാണ് എൻ്റെ ഫൈനൽ കണ്ടീഷൻ. സോ 1 1 1 എന്നുള്ള ഇൻപുട്ട് വരുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്താണ്? 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഡെപ്തിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും ഈ 0യും 1ഉം ടൈമിംഗ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ലോ ലെവൽ എന്നുള്ളത് 0 ആയിട്ടും ഹൈ ലെവൽ എന്നുള്ളത് 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ലെവലിനനുസരിച്ചാണ് നമ്മളിവിടെ ബേസിക്കലി ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗേറ്റ്. അപ്പോൾ ഇത് ഏത് ഗേറ്റിൻ്റെയും നമുക്ക് ഇതുപോലെ ഞാൻ വരച്ച പോലെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാമല്ലോ, വളരെ ഈസി ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഒരു ഫുൾ ആഡർ സർക്യൂട്ട് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരിക? അപ്പോൾ ഓൾറെഡി നമുക്ക് ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ ട്രൂത്ത് ടേബിളും ബ്ലോക്ക് ഡയറൊക്കെ അറിയാം. 3 ഇൻപുട്ടുകളും ഒരു 2 ഡിഫറെൻറ്റ് ഔട്ട്പുട്ടുകളും നമ്മൾ മാർക്ക് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫുൾ ആഡർ എന്ന് പറയാം. സോ സമ്മിന് സ്പെസിഫിക് ആയിട്ടൊരു ഇക്വേഷൻ, ക്യാരിക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ A + B + C നമ്മൾ ആഡ് ചെയ്തിട്ട് സമ്മും കിട്ടും, ക്യാരിയും കിട്ടും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാം. ട്രൂത്ത് ടേബിൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ ടൈമിംഗ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം? ഏതൊക്കെ ഇൻപുട്ടുകൾ ആദ്യം മാർക്ക് ചെയ്യണം അല്ലേ? ഏതൊക്കെ ഇൻപുട്ട്? എയും ബിയും സിയും ഇൻപുട്ടും, സമ്മും ക്യാരി എന്താണ്? ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഔട്ട്പുട്ടിനെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലൈനിന് എബോ ഉള്ളത് ഇൻപുട്ടും ബിലോ ഉള്ളത് ഔട്ട്പുട്ടുമാണ്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് വരച്ചൂടെ? വളരെ ക്വിക്കായിട്ട് വരയ്ക്കാം അല്ലേ? 0 0 0. ഈ സമയത്ത് എന്താണ്? സമ്മ് 0, ക്യാരി 0. 0 0 1. ഈ സമയത്ത് എന്താ? സമ്മ് 1, ക്യാരി 0. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? 0 1 0. ഈ കണ്ടീഷനാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. സമ്മിൻ്റെ വാല്യൂ 1, ക്യാരീൻ്റെ വാല്യൂ 0. നെക്സ്റ്റ് 0 1 1 എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. 0 1 1. ഈ സമയത്ത് എന്താ? സമ്മ് 0 ആണ്, പക്ഷെ ക്യാരി എന്താണ്? 1 ആണ്. ഈ സമയത്ത് ക്യാരി ജനറേറ്റ് ചെയ്തു. യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 0 0 എന്നുള്ള കണ്ടീഷൻ. 1 0 0 അല്ലേ? ഇതല്ല കണ്ടീഷൻ. ഈ സമയത്ത് സമ്മിൻ്റെ വാല്യൂ 1ഉം ക്യാരീൻ്റെ വാല്യൂ 0യും.
കറക്റ്റായിട്ട് മാർക്ക് ചെയ്തല്ലോ. നെക്സ്റ്റ് കണ്ടീഷൻ ഏതാ? 1 0 1. എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 0, സീൻ്റെ വാല്യൂ 1. ഈ സമയത്ത് എന്താ? സം എന്നുള്ളത് 0 ആണ്, ക്യാരി എന്നുള്ളത് 1 ആണ്. ക്ലിയർ ആണല്ലോ? 1 1 0. എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 1, സീൻ്റെ വാല്യൂ 0. ഈ സമയത്ത് എനിക്ക് കിട്ടുന്നത് എന്താ? സമ്മിൻ്റെ വാല്യൂ 0 എന്നും ക്യാരീൻ്റെ വാല്യൂ 1 എന്നും കിട്ടും. ലാസ്റ്റ് കണ്ടീഷൻ നോക്കാം. 1 1 1. ഈ സമയത്ത് സമ്മും 1, ക്യാരിയും 1. അപ്പോൾ ഇങ്ങനെയാണ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഈ ടൈമിംഗ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ ക്ലിയർ ആണ്. ഏതൊക്കെ ഇൻപുട്ട് ഉണ്ട്, ഏതൊക്കെ ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് 3ഉം 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 2ഉം എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടൈമിംഗ് ഡയഗ്രത്തിൽ തന്നെ എന്ത് ചെയ്യാം? പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 സർക്യൂട്ട്സിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരച്ചു. ഒന്ന് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റും, ഒന്ന് എന്താണ്? ഫുൾ ആഡർ സർക്യൂട്ടും. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റിംഗ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ്. നമ്മൾ ഫുൾ ആഡറും അതുപോലെ ആൻഡ് ഗേറ്റും വരയ്ക്കുന്ന പോലെയല്ല റിംഗ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് 2 സർക്യൂട്ടാണ് ഇനി വരയ്ക്കാനുള്ളത്. ഒന്ന് റിംഗ് കൗണ്ടറും ഒന്ന് അസിൻക്രണസ് അപ്പ് കൗണ്ടറും. ഈ 2 കേസിലും നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു ക്ലോക്കിംഗ് പൾസും കൂടി അഡീഷണലി യൂസ് ചെയ്യും. ഒരു ക്ലോക്ക് യൂസ് ചെയ്യും. സോ ക്ലോക്കിൽ നമ്മൾ ബേസിക്കലി എംപ്ലോയ് ചെയ്യുന്നത് എഡ്ജ് ട്രിഗറിങ് മെത്തേഡാണ്. ലെവൽ ട്രിഗറിങ് ഉണ്ട്, എഡ്ജ് ട്രിഗറിങ് ഉണ്ട്, നമുക്കറിയാം. എഡ്ജ് ട്രിഗറിങ് മെത്തേഡാണ്. എഡ്ജ് ട്രിഗറിങ്ങിൽ തന്നെ ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കാൻ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് മെത്തേഡാണ് എപ്പോഴും ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിംഗ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോഴും അതുപോലെ അസിൻക്രണസ് അപ്പ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമ്മൾ എംപ്ലോയ് ചെയ്യേണ്ടത് ഏത് ട്രിഗറിങ് സ്കീമാണ്? നെഗറ്റീവ് എഡ്ജ് ട്രിഗർ സ്കീമാണ്. എന്താണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറും പോസിറ്റീവ് എഡ്ജ് ട്രിഗറും തമ്മിലുള്ള വ്യത്യാസം? നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണെങ്കിൽ ക്ലോക്ക് എനേബിൾ ആവുന്നത് ഓരോ ഫോളിംഗ് എഡ്ജസിലും ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയാം. ഓരോ റൈസിങ് എഡ്ജസിലുമാണ് ക്ലോക്ക് എനേബിൾ ആവുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് എഡ്ജ് ട്രിഗർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ റിംഗ് കൗണ്ടറൊക്കെ നമുക്ക് ഓൾറെഡി വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാവുന്നതാണ്. 4 ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യും. എല്ലാത്തിലേക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്ലിയർ പൾസ് കൊടുക്കും, എല്ലാത്തിലേക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്ലോക്ക് പൾസ് കൊടുക്കും, ഒരു പ്രീസെറ്റ് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ റിംഗ് കൗണ്ടർ പഠിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു റിംഗ് കൗണ്ടർ? ബേസിക്കലി നിങ്ങൾക്കറിയാം, ഓരോ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഇനീഷ്യൽ ഇൻപുട്ട് 1 0 0 0 ആണ്. അതായത് പ്രീസെറ്റുള്ള ഇൻപുട്ട് മാത്രം 1, ബാക്കിയെല്ലാം 0. ഈ ഒരു സീക്വൻസിനെ നമ്മൾ ഓർഡർലി എന്താണ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ, അങ്ങനെയാണ് ബേസിക്കലി റിംഗ് കൗണ്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഓൾറെഡി നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാം. ഞാനിപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ റിംഗ് കൗണ്ടർ എടുത്തതാണ്. ഇങ്ങനെയായിരുന്നു ആക്ച്വലി ഒരു റിംഗ് കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നിങ്ങൾ നോക്ക്, 4 ക്ലോക്ക് പൾസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 4 ക്ലോക്ക് പൾസുകളിൽ QA, QB, QC, QD ഈ 4 ഔട്ട്പുട്ടുകളുടെ ബേസിക് കണ്ടീഷൻസ് എന്താണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. 1 0 0 ആണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഈ 1 0 0-ൽ റൈറ്റ് ഷിഫ്റ്റ് സംഭവിച്ച് 0 1 0 0 ആവും. അതായത് QAയിലെ വാല്യൂ QBയിലെത്തും, QBയിലെ വാല്യൂ QCയിലെത്തും, QCയിലെ വാല്യൂ QDയിലെത്തും, QDയിലെ വാല്യൂ QAയിലെത്തും. ഈ രീതിയിൽ ഓരോ ക്ലോക്കിനും ശേഷം റൈറ്റ് ഷിഫ്റ്റിംഗ് സംഭവിക്കും. ഇങ്ങനെയാണല്ലോ റിംഗ് കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ ബേസിൽ നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം അല്ലേ? ട്രൂത്ത് ടേബിൾ ഞാനിവിടെ ചെറിയ ഒരു ട്രൂത്ത് ടേബിൾ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാർക്ക് ചെയ്യണം? ആദ്യം നമുക്ക് ക്ലോക്ക് മാർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ ക്ലോക്ക് മാർക്ക് ചെയ്യാണ്, ശ്രദ്ധിക്കുക. ക്ലോക്ക് സിഗ്നൽ ഞാൻ ആദ്യം ഇനീഷ്യലി മാർക്ക് ചെയ്യുകയാണ്. എങ്ങനെയാണ് ക്ലോക്ക് സിഗ്നൽ മാർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് ബേസിക്കലി എൻ്റെ ക്ലോക്ക് സിഗ്നൽ. ശ്രദ്ധിക്കണേ, ഇങ്ങനെയാണ് എൻ്റെ ക്ലോക്ക് പൾസ് വരുന്നത് അല്ലേ? യെസ്. അപ്പോൾ ക്ലോക്ക് പൾസിനെ എനിക്ക് നമ്പർ ചെയ്യണം. 0 1 2 3 4 5 കൂടി വരയ്ക്കാം അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ക്ലോക്ക് ഞാൻ ആദ്യം വരച്ചു. ഇത് 5 6 7. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോളിംഗ് എഡ്ജിലാണല്ലോ ഇത് എനേബിൾ ആവുന്നത്. അപ്പോൾ ഈ ഓരോ ക്ലോക്ക് പൾസിൻ്റെയും ഫോളിംഗ് എഡ്ജ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ശരിക്കും ഈ ഫോളിംഗ് എഡ്ജ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്പർ ഇടേണ്ടത്, എന്നാലും കുഴപ്പമില്ല. യെസ്, അപ്പോൾ നമ്മൾ ഫോളിംഗ് എഡ്ജസ് മാർക്ക് ചെയ്തു അല്ലേ? അപ്പോൾ ഇനീഷ്യലി എന്താണ് വരിക? 0th ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് QA,
വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ക്യൂ ബി ആൻഡ് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ക്യൂ സി, അതല്ല മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 0th ക്ലോക്ക് പൾസിൽ എന്താണ് കണ്ടീഷൻ? 0th ക്ലോക്ക് പൾസ് വരുമ്പോൾ ക്യൂ എ 1 ആണ്, ക്യൂ എ ക്യൂ ബി ക്യൂ സി ഒന്നും കൂടി ഉണ്ട് അല്ലേ, ക്യൂ ഡി. ക്യൂ എ 1 ആണ്, ബാക്കി മൂന്നും 0 ആണ്. അത് നമുക്ക് ഓൾറെഡി മാർക്ക് ചെയ്യാം ഇവിടെ അല്ലേ. അപ്പോൾ ക്യൂ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ക്യൂ ബി 0, ക്യൂ സി 0, ക്യൂ ഡി 0. അത് നമുക്ക് 1 ആണോ 0 ആണോ എന്ന് അടുത്ത സ്റ്റേറ്റ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ ക്യൂ ബി എന്നുള്ളത് 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. അത് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ക്യൂ ബി എന്നുള്ളത് 1 ആയി, ബാക്കിയെല്ലാം ആക്ച്വലി എന്തായി? ബാക്കിയെല്ലാം 0 ആയി. ഇത് 0 ആയി, ഇത് കറൻ്റ്ലി 0 തന്നെയാണ്, ഇതും 0 തന്നെയാണ്. റൈറ്റ്. സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുമ്പോഴോ, അപ്പോൾ ഫസ്റ്റ്, അപ്പോൾ ഏതുവരെ മാർക്ക് ചെയ്യണം? എക്സാക്ട്ലി ഇതുവരെ മാർക്ക് ചെയ്യണം അല്ലേ, ഇതുവരെ മാർക്ക് ചെയ്യണ്ടേ? യെസ്, കാരണം ഇതുവരെ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആണല്ലോ. റൈറ്റ്. അപ്പോൾ ഇതാണ് ക്യൂ എ, ഇതാണ് ക്യൂ ബി, ഇതാണ് ക്യൂ സി, ഇതാണ് ക്യൂ ഡി അല്ലേ. ഇനി നോക്ക്, സെക്കൻഡ് ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലെവലാണ് സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഇത് ഫോളിംഗ് എഡ്ജ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയല്ല മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? സെക്കൻഡ് ക്ലോക്ക് പൾസിൻ്റെ കേസിൽ നമുക്കറിയാം, സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് 0 0 1 0, അതായത് ക്യൂ സിൻ്റെ വാല്യൂ 1 ആണ്, ക്യൂ സി എന്നുള്ളത് 1 ആണ്, ക്യൂ എ 0 ആണ്, ക്യൂ ബി 0 ആണ്, ക്യൂ ഡിയും 0 ആണ് അല്ല. ഏതുവരെ മാർക്ക് ചെയ്യണം? സെക്കൻഡ് ക്ലോക്ക് പൾസ് എൻഡ് ചെയ്യുന്നവരെ നിങ്ങൾ മാർക്ക് ചെയ്യണം. റൈറ്റ്. ഇനി തേർഡ് ക്ലോക്ക് പൾസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. യെസ്, തേർഡ് ക്ലോക്ക് പൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? തേർഡ് ക്ലോക്ക് പൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യൂ ഡിൻ്റെ വാല്യൂ 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ ക്യൂ ഡി എന്നുള്ളത് 1 ആയി, ക്യൂ ഡി എന്നുള്ളത് 1 ആയി, ക്യൂ സി 0 ആണ്, ക്യൂ ബി 0 ആണ്, ക്യൂ എയും 0 ആണ് അല്ലേ. ഏതുവരെ മാർക്ക് ചെയ്യണം? തേർഡ് ക്ലോക്ക് പൾസ് വരെ മാർക്ക് ചെയ്യണം. യെസ്. ഫോർത്ത് ക്ലോക്ക് പൾസ് വരുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? വീണ്ടും ക്യൂ എ 1 ആവും, ക്യൂ ബി 0 ആവും, ക്യൂ സി 0 ആവും, ക്യൂ ഡിയും എന്താവും? 0 ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ബാക്കി ക്ലോക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ 5 6 7 ജസ്റ്റ് ഇവിടെ സ്പേസ് ഉണ്ടായതുകൊണ്ട് മാർക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആക്ച്വലി നിങ്ങളെ ട്രൂത്ത് ടേബിൾ തരുന്നത്, ആ ട്രൂത്ത് ടേബിൾ നിങ്ങൾ അതുപോലെ ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് അതിൻ്റെ വാല്യൂ ആണെങ്കിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 0 0 സോറി എങ്ങനെ വരിക? 1 0 0 0 അല്ലേ, ഫസ്റ്റ് 0th ക്ലോക്ക് പൾസിൽ. അടുത്തതോ 0 1 0 0, അടുത്തതോ 0 0 1 0 0 0 0 1 1 0 0 0. ഈ രീതിയിലാണ് ആക്ച്വലി റിംഗ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരിക. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ആർക്കും വളരെ ഈസി ആയിട്ട് ടൈമിംഗ് ഡയഗ്രാം ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അസിൻക്രണസ് അപ്പ് കൗണ്ടർ വരയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു 3 ബിറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിതിൻ്റെ കോൺസെപ്റ്റ് വരയ്ക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ട്രൂത്ത് ടേബിളിൽ നിന്നല്ല ഈ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? നമ്മൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ കണക്ട് ചെയ്യും. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ കോമൺ ആയിട്ടൊരു ക്ലോക്ക് പൾസ് കൊടുക്കും, CP അല്ലേ. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സെക്കൻഡ് ക്ലോക്കായിട്ട് ആക്ട് ചെയ്യും, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് തേർഡ് ക്ലോക്കായിട്ട് ആക്ട് ചെയ്യും. ഈ രീതിയിലാണ് ബേസിക്കലി നമ്മൾ അസിൻക്രണസ് അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ജനറൽ കോൺസെപ്റ്റ്. അതായത് ഇനീഷ്യലി നമ്മൾ ക്ലോക്ക് കൊടുക്കും, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി വരിക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ നമുക്കതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു അസിൻക്രണസ് അപ്പ് കൗണ്ടർ ആയതുകൊണ്ട് 0 0 0 തൊട്ട് 1 1 1 വരെ കൗണ്ട് ചെയ്യും അല്ലേ. 0 to 7 വരെ 0 മുതൽ 7 വരെയുള്ള ക്ലോക്ക് പൾസുകളിൽ 0 തൊട്ട് 7 വരെ കൗണ്ട് ചെയ്യും. 7 കഴിഞ്ഞാൽ അത് വീണ്ടും എന്തിലേക്ക് തിരിച്ചെത്തും? 0ലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം.
കാരണം ഓൾറെഡി നമുക്ക് അസിൻക്രണസ് അപ്പ് കൗണ്ടർ ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ എന്ന് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ ജനറൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഈ ടൈമിംഗ് ഡയഗ്രം ഞാൻ പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ ഇനീഷ്യൽ ക്ലോക്ക് പൾസ് വരയ്ക്കുകയാണ്. ഇനീഷ്യൽ ക്ലോക്ക് പൾസ് നിങ്ങൾ ശ്രദ്ധിക്കാം, 8 സ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ക്ലോക്ക് പൾസ് ഇങ്ങനെ വരയ്ക്കാം. ശ്രദ്ധിക്കാം, ഇനീഷ്യൽ ക്ലോക്ക് പൾസ് ഞാനിങ്ങനെ CP മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഞാനിത് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാനാണ് ജസ്റ്റ് ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത്, ഈസി ആയിട്ട് വരയ്ക്കാൻ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ഫോളിംഗ് എഡ്ജസ് ആണ് ഈ ക്ലോക്ക് എനേബിൾ ആവുന്ന പൊസിഷൻ. ഓരോ ഫോളിംഗ് എഡ്ജിലുമാണ് അടുത്ത ക്ലോക്ക് ആക്ടിവേറ്റ് ആവുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് മാർക്ക് ചെയ്യാം 0 1 2 3 4 5 6 7 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ഔട്ട്പുട്ടുകൾ ഉണ്ട് ആക്ച്വലി നമുക്ക് ഔട്ട്പുട്ടുകൾ അറിയാം. QC QB QA ആണ് ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടുകൾ ഞാൻ മാർക്ക് ചെയ്യാണ്. ആദ്യം QC മാർക്ക് ചെയ്യാണ്, QB മാർക്ക് ചെയ്യാണ്, QA മാർക്ക് ചെയ്യാണ്. അപ്പോൾ QC വരയ്ക്കാം, QCയിൽ നിന്നാണ് ഞാൻ QB വരയ്ക്കാം. നിങ്ങൾക്ക് തന്നെ ഫിഗറിന് മനസ്സിലാവും. QC എന്നുള്ള അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഇങ്ങനെയല്ല, ഇതിൽ എഴുതുന്ന ഓർഡർ നോർമൽ ഓർഡർ തന്നെയാണ്. ആദ്യം എങ്ങനെയാണ്, ആദ്യം QA ആണ് QBയെ ഡ്രൈവ് ചെയ്യുന്നത്, QB ആണ് QCയെ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെയാണല്ലോ ബേസിക്കലി ഈ ഫിഗറിന് നിങ്ങൾക്ക് മനസ്സിലാവും. QA ആണ് രണ്ടാമത്തെ സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുന്നത്, QB ആണ് മൂന്നാമത്തെ സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിൽ ക്ലോക്ക് വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇനീഷ്യലി നമ്മൾ 0 ആണ് നമ്മുടെ ഇനീഷ്യൽ ക്ലോക്ക് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ 0th ക്ലോക്ക് പൾസ് വരെ നമുക്ക് കിട്ടുന്നത് 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ ഈ QAക്ക് ഒരു ചേഞ്ച് സംഭവിക്കും. QA 0 എന്നുള്ളത് എന്തായി മാറും, 0 എന്നുള്ളത് 1 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നുള്ളത് എന്തായി മാറും, 0 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്നുള്ളത് 1 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നുള്ളത് 0 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്നുള്ളത് 1 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നുള്ളത് 0 ആയി മാറും, 0 എന്നുള്ളത് 1 ആയി മാറും. ഇതെങ്ങനെയാണ് ഈ ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ആക്ച്വലി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ J ഇൻപുട്ടും K ഇൻപുട്ടും നമ്മൾ മ്യൂച്വലി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ കോമൺ ആയിട്ട് ഒരു ഹൈ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോഗിൾ കണ്ടീഷനാണ് കിട്ടുക. ഓരോ ക്ലോക്ക് പൾസ് കഴിയുമ്പോഴും പ്രീവിയസ് ആയിട്ട് നമുക്ക് എന്താണുള്ളത് അത് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്, ഇനീഷ്യലി നമുക്ക് 0 ആയിരുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലോക്ക് പൾസ് നമ്മളുമ്പോൾ ടോഗിൾ സംഭവിച്ച് 1 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നുള്ളത് 0 ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്നുള്ളത് 1 ആയിട്ട് മാറും. അപ്പോൾ ഓരോ സ്റ്റേജിലും ടോഗിൾ കണ്ടീഷൻ സംഭവിക്കും. ഇങ്ങനെ നമുക്ക് ചേഞ്ച് വരും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, നിങ്ങൾ നോക്ക്, നമ്മളെ ക്ലോക്ക് പൾസ് ചേഞ്ചായി, നമ്മളെ ക്ലോക്ക് പൾസ് എന്നുള്ളത് കുറച്ചും കൂടി വൈഡായി. ഈ ഒരു ക്ലോക്ക് പൾസാണ് ആക്ച്വലി അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് ആക്ട് ചെയ്യാം. എന്താണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് QA എന്നുള്ള ക്ലോക്കാണല്ലോ ആക്ച്വലി QAക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണല്ലോ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും നെക്സ്റ്റ് സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇനീഷ്യൽ ഔട്ട്പുട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഇനീഷ്യൽ ഔട്ട്പുട്ട് 0 ആണെന്ന് അസ്യൂം ചെയ്യുക. 0 ഒരു അടുത്ത സ്റ്റേജ് വരുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ചേഞ്ച് സംഭവിക്കും, അതൊരു ടോഗിൾ കണ്ടീഷൻ സംഭവിക്കും. 0 എന്നുള്ളത് ആക്ച്വലി എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. വീണ്ടും 1 എന്നുള്ളത് 0 ആയിട്ട് മാറും. ബിക്കോസ് എന്ത് കണ്ടീഷനാണ് ഇവിടെ അച്ചീവ് ചെയ്യുന്നത്, ടോഗിൾ കണ്ടീഷൻ. വീണ്ടും 0 എന്നുള്ളത് 1 ആയിട്ട് മാറും, 1 എന്നുള്ളത് 0 ആയിട്ട് മാറും. ഇങ്ങനെയാണല്ലോ ആക്ച്വലി വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ക്ലോക്ക്. അടുത്ത ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാം, ക്ലോക്ക് കുറച്ചും കൂടി വൈഡായി 0 1 മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ QB എന്നുള്ള ഒരു ക്ലോക്കാണ് ആക്ച്വലി QCയെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യാം, ഈ QB വെച്ചിട്ടാണ് ഞാൻ QC മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ QCൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ 0 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലോക്ക് ചേഞ്ച് സംഭവിച്ചു. ഈ 0 എന്തായിട്ട് മാറി, 1 ആയിട്ട് മാറി. വീണ്ടും ഒരു ക്ലോക്ക് ചേഞ്ച് സംഭവിച്ചു, 1 എന്നുള്ളത് എന്തായിട്ട് മാറി, 0. ഇനിയാണ് നമ്മൾ ആക്ച്വലി എന്ത് റീഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബേസിലാണ് ശരിക്കും നമ്മൾ ട്രൂത്ത് ടേബിൾ തന്നെ വരയ്ക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനീഷ്യൽ കണ്ടീഷൻ എന്താ, QC QB QA ഓർഡറിൽ റീഡ് ചെയ്യുക, 0 0 0. സെക്കൻഡ് കണ്ടീഷൻ എന്താ അല്ലേ, ഇങ്ങനെ തന്നെയല്ലേ വരിക. അപ്പോൾ നമ്മളിത് ആക്ച്വലി റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് വാല്യൂസ് കിട്ടും. 0 0 0 തൊട്ട് 1 1 വരെയുള്ള 8 കണ്ടീഷൻസ് നമുക്കിവിടെ വരും. 0 0 0 0 0 1. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇനീഷ്യലി ഇതാണ്, ഇത് 0 0
0. അടുത്ത കണ്ടീഷനിൽ എന്താ വരിക? 0 0 1. അടുത്ത കണ്ടീഷൻ എന്താ വരിക? 0 1 0. അടുത്ത കണ്ടീഷൻ എന്താ വരിക? 0 1 1. ഈ ഓർഡറിലാണ് ആക്ച്വലി നമുക്ക് എന്ത് വരിക? ഈ ഒരു ഓർഡറിലാണ് നമുക്ക് കൗണ്ടിങ് വരിക. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അറിയാം, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഓൾറെഡി അറിയാം, ട്രൂത്ത് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് വരയ്ക്കാം. പക്ഷെ നമുക്ക് ഇത് ട്രൂത്ത് ടേബിളിൽ നിന്ന് വരയ്ക്കുന്നത് ശരിയല്ല. കാരണം നമ്മളെ ആക്ച്വൽ കോൺസെപ്റ്റ് എന്താണ്? നമ്മളെ ആക്ച്വൽ കോൺസെപ്റ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഫസ്റ്റ് ക്ലോക്ക് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡ്രൈവ് ചെയ്യും, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡ്രൈവ് ചെയ്യും. അങ്ങനെയാണല്ലോ അസിൻക്രണസ് കൗണ്ടർ വർക്ക് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0 0 0 തൊട്ട് 1 1 വരെയുള്ള 8 കണ്ടീഷൻസ് ഡയറക്റ്റ്ലി ഞാനിപ്പോൾ റിംഗ് കൗണ്ടറൊക്കെ മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അസിൻക്രണസ് കൗണ്ടർ മാർക്ക് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും ക്ലോക്ക് നിങ്ങൾ ആ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് വെച്ച് വരയ്ക്കണം കറക്റ്റായിട്ട്. അപ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള 4 ടൈമിംഗ് ഡയഗ്രാംസ് വരച്ചു. എങ്ങനെയാണ് ആഡറിൻ്റെയും അതുപോലെ ആൻഡ് ഗേറ്റിൻ്റെയും ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക, റിംഗ് കൗണ്ടറിനെ എങ്ങനെ വരയ്ക്കും, അസിൻക്രണസ് കൗണ്ടറിനെ എങ്ങനെ വരയ്ക്കും, ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ടൈമിംഗ് ഡയഗ്രത്തിൽ ഡൗട്ടൊന്നും വരാൻ പാടില്ല. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.